ഗൈസ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 3. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മളൊരു ബേസ് ഉണ്ടാക്കി, പിന്നെ നമ്മളൊരു ഡെസേർട്ട് വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കണം. സ്റ്റാച്ചു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് വരാം. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലാൻ എന്ന് പറയണം. സോ ഒട്ടും സമയം നമുക്ക് നേരെ വീഡിയോ പോകാം. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഓഫ് ക്യാമറ വർക്ക് ചെയ്തതാണ് ഇത്. നമ്മളിവിടെ ഒരു കൗ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഫുഡിന് അങ്ങനെയൊന്നുമില്ല, എന്നാലും നമ്മളിവിടെ ഒരു ലെതറിനൊക്കെ ആവശ്യമായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് ബാമ്പു ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി. പിന്നെ ഇവിടെ കുറച്ച് പാത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചുമ്മയാണ്. പിന്നെ നമ്മൾ കൂടുതൽ വേറെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ വേറൊന്നും അധികമൊന്നും ഞാൻ ബിൽഡ് ചെയ്തില്ല. പിന്നെ കേസ് ഞാൻ ഓഫ് ക്യാമറയിൽ ഒരു കാര്യം നടന്നു. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവരെ കണ്ടോ, ഇതാണ് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേസ്. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് കയറും പിടിച്ചിട്ട് ഇവനെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ ഞാനിവനെ വിട്ട് പോവാന്ന് എന്തൊക്കെയാലേ. എന്നിട്ട് എനിക്കിതിനെ തന്നിട്ട് അവന് നടന്നു പോയി. പിന്നെ എനിക്ക് എന്തോ ഒരു സാധനം കൂടി തന്നായിരുന്നു കേട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അവനിങ്ങനെ എനിക്ക് അതും പിന്നെ ഈ ഒരു സാധനത്തിനെയും തന്നിട്ട് പോയി. അവനിങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നമ്മുടെ ഷുഗർ കെയിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ നടന്ന് വന്നിട്ട് താണ്ട് ഇവിടേക്ക് നടന്ന് വന്നിട്ട് താണ്ട് ഇവിടെ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ നീന്തി ഇങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കാണാനില്ല. അങ്ങനെ പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ദൂരെ പോയി. ഇവനെ തന്നിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഇവനെ നമ്മൾ വളർത്താൻ തീരുമാനിച്ചു. കേസ് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇവനൊരു പേര് കണ്ടുപിടിക്കും. പിന്നെ നമുക്ക് വേറെ സാധനം കൂടി കിട്ടി. അവനതിങ്ങനെ തന്നോന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ നോക്കി നോക്കും. ഇതാണ് സാധനം. അതാണ്ട് ഇവിടെ അല്ല, ഈ ചെസ്റ്റിലല്ല, ഈ ചെസ്റ്റിൽ അതാണ് കണ്ടോ. ഈ ചെസ്റ്റിൽ സാധനം കണ്ടില്ലേ, അതാണ്ട് ഇൻവിസിബിലിറ്റി പോഷൻ. 8 മിനിറ്റുള്ളൊരു ഇൻവിസിബിലിറ്റി പോഷനാണ്. എങ്ങനെ തന്നേന്ന് എനിക്കറിയില്ല. എന്തായാലും അവനെനിക്ക് ഇതിനെയും പിന്നെ ഇതാണ്ട് ആ ഒരു ഇൻവിസിബിലിറ്റി പോഷനും ഇതിനെയും തന്നിട്ട് അവൻ ഇവിടുന്ന് പോയി. നമ്മുടെ ഈ ഐലൻഡ് വിട്ട് പോയി. എന്ത് ചെയ്യാനാ. സോ സാഡ് ഗൈസ്. ഇവനെ കണ്ടോ, ഈ മോൻ കണ്ടോ, പാവം. എടാ എന്നെ നോക്കടാ, കണ്ടില്ലേ എന്ത് ക്യൂട്ടാണെന്ന്. അയ്യോ ഇതെന്താ, എന്ത് ചെയ്യാനാ. എന്തായാലും നമ്മുടെ ഗോൾസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതൊക്കെ തന്നെയാണ് ഓഫ് ക്യാമറ നടന്ന കാര്യങ്ങളൊക്കെ. എന്ത് ക്രൂരതയല്ലേ. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെയാണ് ഇവിടെ നമ്മളൊരു നട്ട് വെച്ചിട്ടുണ്ട് ജംഗിൾ വുഡ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ആയിട്ടൊരു സ്റ്റാച്ചു ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരം പിടിച്ചുകൊണ്ട് പോയിട്ട് എടുത്ത് വെക്കുന്നതിന് മരം പിടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ചെറിയ ബിൽഡാണ്, ചെറിയ ടൈം ലാപ്സ്. അപ്പോൾ നമ്മളങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളിത് തന്നെ എങ്ങനെയുണ്ട് നിങ്ങൾ പറയുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാവും കൊണ്ടെന്ന് വെച്ചാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം ഗൈസ്, കമൻറ്റ് കൊള്ളാലേ. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളെങ്ങനെയുണ്ടെന്ന് പറയാം, ഒരു റേറ്റിംഗ് കൊടുക്കുക എന്തായാലേ. സോ നമുക്കെന്തായാലും ഇങ്ങോട്ട് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു മരം വെക്കാൻ വേണ്ടി വരുന്നൊരു ഫീൽ തന്നെ. ഓക്കെ, കൊള്ളാം. എല്ലാ സൈഡും എല്ലാ വ്യൂ ഒന്നും നോക്കുമ്പോൾ ഒരു അടിപൊളിയാണ്. ഒരു ആടിങ്ങനെ വെക്കാൻ വേണ്ടി വരുന്ന പോലെ തോന്നുന്നുണ്ട് ചില സമയത്ത്. ഞാനിത് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ അത്ര തോന്നിയില്ല, ഇപ്പം റെഡി ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, അറിയാണ്ടൊക്കെ നൈറ്റ് ആവാനായിട്ടുണ്ട് ചെറുതായിട്ട്. ഓക്കെ, സോ നമുക്കിങ്ങനെ പുറത്ത് നിൽക്കാം. ഗേസ് ചെറിയ പണിയായിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് റെക്കോർഡിങ് അറിയാണ്ട് ഓഫായി പോയി ഗേസ്. സോ ഞാൻ ഒന്നും ചെയ്താലും ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിന്നതാണ്ട്. ഇവിടെ നൈറ്റ് ആവാനായിരുന്നുള്ളൂ ഗേസ്. നമ്മളങ്ങനെ 40ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഗേസ്. നമ്മൾ 40ാമത്തെ ദിവസത്തിലൂടെ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ആർമറൊന്നും ആയിട്ടില്ല. അത് നമുക്ക് ആക്കാനുള്ള അയണൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ആക്കിയിട്ടില്ല. ഞാൻ ഓഫ് ക്യാമറയിലാക്കിക്കോളാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു
നമ്മുടെ സാധനം വരുന്നില്ല എൻ്റെ വായിൽ. അത് നമ്മൾ എന്തായാലും കയറി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈറ്റായൊക്കെ ഓക്കെ. നമുക്കെന്തായാലും നമ്മുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് പറയാം. കൊള്ളാട്ടോ സീനെ. എനിക്ക് അഭിമാനം കേസ് എന്ത് പറയാം. ഞാൻ എന്നെ തന്നെ പൊക്കുന്നത് എന്തായാലും. ഞാനിങ്ങനെ എന്നെ തന്നെ പൊക്കാണ്. താണ്ട് ഇവനിവിടെ നിൽക്കുന്നുണ്ട്. ഇവൻ താണ്ട് ഈ ഒരു ഫാമിൻ്റെ നേതാവാണ്. ഇവനാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നതൊക്കെ. ഞാനിവന് എൻ്റെ സ്വത്തൊക്കെ എഴുതി കൊടുക്കുകയാണ് ഇതിൻ്റെ എൻഡിങ്ങിൽ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ പ്ലാൻ എന്താണെന്ന് പറയാം. പ്ലാൻ ഇവിടെയല്ല, നമ്മുടെ ഒരു ഫാക്ടറി ഉണ്ടാക്കുന്നുണ്ട്. ഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മളൊരു അധികം കാണാത്ത രീതിയിലുള്ള ഫാക്ടറി ഞാൻ കാണിച്ചു തരാം. ഇതുവരെയായിട്ട് അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് എനിക്ക് ഒരു രസമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് അടിപൊളിയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട്. കണ്ടോ, ഇതൊരു വലിയ കേവാണ്. താഴോട്ട് കണ്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു ഫാക്ടറി, ഇവിടേക്ക് നമ്മുടെ ഫാക്ടറി, നമ്മുടെ ഉള്ള എല്ലാ ഫാംസും, സ്റ്റോൺ ഫാം, അയൺ ഫാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. ബ്രീഡർ ഇവിടെ ആവില്ല, ബാക്കിയുള്ളതൊക്കെ ഇവിടെ. ഓക്കെ, ചാടി എൻ്റെ ലൈഫ് പോയിട്ടുണ്ടല്ലോ. ബ്രെഡ് എടുക്കട്ടെ. ഓക്കെ, ഇത് തിന്നട്ടെ. ഓക്കെ, അതും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയായിട്ട് നമുക്കൊരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ എല്ലാ ഫാംസും കുത്തി നിറച്ചൊരു ഏരിയ. ഓവറായിട്ടില്ല, ഒരു കുറച്ച് സ്പേസൊക്കെ കൊടുത്ത് നല്ലൊരു അടിപൊളിയാക്കിയിട്ട് റെഡിയാക്കണം. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പം അങ്ങനെ ഒരു ഇതില്ല, ഒരു റെഡിയാക്കിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്ലാനൊക്കെ പറഞ്ഞു തന്നിട്ട് ഇത് ഇവിടെ നിന്ന് റെഡിയാക്കി ഒന്ന് അടിപൊളിയാക്കിയിട്ട് ഇവിടെ ഒരു ഫാമൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ മുകളിലേക്ക് എൻ്റെ താഴെ തന്നെ കാണിച്ചു തരാം. പിന്നെ അതുകൊണ്ട് ഇവിടെയായിട്ട് നമുക്കൊരു പോർട്ടൽ ഉണ്ടാക്കണം. അതുകൊണ്ട് ഇവിടെ എന്തോ സാധനം ഉണ്ട്, നോക്കട്ടെ. ഇതെന്താ ഇവിടെ സോംബീസ്, ഇതെന്താ ഫാമോ, ഇതെന്താ ഞാൻ മേളിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇതെന്താ ഇതുങ്ങൾ കൂടിയിരിക്കുന്നത്. ഇതേ നമുക്ക് എല്ലാത്തിനും കൊല്ല. എന്താടാ കുറേ പേരുണ്ടല്ലോ. ഓക്കെ, നമുക്ക് XP ഫാം ആയിട്ടുണ്ട്. നമുക്കൊരു ലെവൽ 6 ആയി. ഓക്കെ, എന്താണെന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു സൈഡിലേക്ക് ആയിട്ടൊരു, ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നൊരു സ്റ്റെയർ, ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെ സ്റ്റെയർ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് ഒരു ഏരിയ. എന്നിട്ട് ആ ഏരിയ നേരെ കണക്റ്റ് ആവും നമ്മുടെ പോർട്ടൽ, ഒരു വലിയൊരു പോർട്ടൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഫാമിൻ്റെ ഒപ്പം നടുക്കായിട്ട് ഒരു വലിയൊരു പോർട്ടലും. അത് നമ്മൾ സൈഡിൽ കുറച്ച് ഒരു മതിലൊക്കെ ഫെൻസ് വെച്ചിട്ട് നടുക്കായിട്ട് റെഡും വൈറ്റും കാർപ്പറ്റ് ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. നമ്മൾ നേരെ പോർട്ടലിലേക്ക് ഇങ്ങനെ ആ കാർപ്പറ്റിൻ്റെ ഒരു കണക്റ്റ് ആക്കാനൊരു എന്താ പറയുക, രാജകീയ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അത് നല്ല ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നി കഴിച്ചത്. കാരണം ഒരു വെറൈറ്റി ആണെന്ന് എനിക്കറിയത്തില്ല, വെറൈറ്റി ആവില്ല ആ ഒരു പോർട്ടൽ. പക്ഷേ ഫാക്ടറി കുറച്ച് വെറൈറ്റിയാണ്. കാരണം നമുക്കത് അധികം ആരും അങ്ങനെ ഉള്ളിൽ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ഞാനധികം ഉണ്ടാക്കിയ അധികം ആരെയും കണ്ടിട്ടില്ല. പുറത്താണ് ഫാക്ടറികളൊക്കെ മെയിൻലി ഉണ്ടാക്കാറ്. സോ ഞാനത് കേവിൻ്റെ ഉള്ളിലാക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഇവിടെയായിട്ടൊരു പ്ലെയിൻ ക്രാഷ് ആവുന്നൊരു സംഗതിയും കൂടി ചെയ്യാനുണ്ട്. അതൊരു വേറെ കാര്യം കൂടിയാണ്. ഞാനിപ്പോൾ അത് എൻ്റെ ലിസ്റ്റിൽ ഞാൻ ഇടുന്നു. ഞാൻ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അതും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ഇവിടെ ചെന്നിട്ട് നമ്മുടെ കയ്യിൽ എത്ര എണ്ണുണ്ട്? നമ്മുടെ കയ്യിൽ ഓക്കെ 35 അയണൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ നമുക്കെന്തായാലും ടൈം അധികമൊന്നും കളയുന്നില്ല. നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനൊക്കെ ആയി. സോ നമ്മൾ ചെറിയൊരു എപ്പിസോഡാണ്. സോ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെറിയ എപ്പിസോഡ് തന്നെയായിരുന്നു. സോ നമുക്കെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.